ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്, കറുവേപ്പിൻ്റെ ഇല. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പട്ട, ഗ്രാമ്പു, ഏലക്കായ, സാജീരകം, പെരുംജീരകം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ആച്ചിൻ്റെ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർക്കും. ആദ്യം ഇതൊന്ന് മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അതൊരു പാൻ അടുപ്പത്ത് വെച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാം. നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചിക്കനിൽ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഗരം മസാലപ്പൊടി, ആച്ചീൻ്റെ ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ, ഇതും കൂടി കുറച്ച് ചേർക്കാം. നല്ലപോലെ തിരുമ്പി കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റവ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച പാൻ ചൂടായി വന്നാൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇടാം. നല്ലപോലെ മൂത്ത് വെച്ച് സവോള നല്ലപോലെ മൂത്ത് വന്ന് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. മസാല നല്ലപോലെ വന്ന് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് യോജിപ്പിക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഉള്ളി മൂത്ത് വന്നിട്ട് ചിക്കൻ ഇട്ട് കൊട്ടാം. ചിക്കനിട്ട് കൊട്ടി നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെന്ത് വെച്ചിട്ട് മൂടി വയ്ക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കാം.